വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ ഇവിടെ കുറച്ച് ചോപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ചോപ്സിൻ്റെ മട്ടനാണ്. ഇതുപോലെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതുപോലെ വാങ്ങാൻ മതി. ഇത് 800 ഗ്രാം ഉണ്ട്. പിന്നെ അതിലേക്ക് തൈര്, പിന്നെ 1/2 കിലോ സവാള, 2 ടേബിൾ സ്പൂൺ മല്ലി. ഇത് വറുക്കാത്ത മല്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വറുത്തത് എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ വറുക്കാത്തതാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ ഒരു വലിയ വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഗരം മസാല പൗഡർ 1 ടീസ്പൂണ്, അതുപോലെ മുളകിൻ്റെ പൊടി 1 ടേബിൾ സ്പൂൺ. ഇത് കാശ്മീരി മുളകാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞളിൻ്റെ പൊടി. ഇതിലേക്ക് ഇനി ഒരു 4 തക്കാളിയും കൂടി വേണം. ഇനി നമുക്ക് ഇത് അടുപ്പത്തേക്ക് വെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പം അതിലേക്ക് നമുക്ക് ഈ മട്ടന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഈ ഓയിൽ വെച്ചിട്ട് നമുക്കൊന്ന് വാട്ടി വെക്കാം. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാക്കും. ഒന്ന് അഴിച്ചു കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് ആക്കി വെച്ചാൽ മതി. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ വെക്കുന്ന നിർബന്ധമില്ല, എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചാൽ നല്ലതുണ്ടാവും. ഒന്ന് ഓയിലിട്ടൊന്ന് വാടട്ടെ. അപ്പം നല്ലതുണ്ടാവും. ഇതെണ്ണയിൽ വാടി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഒന്ന് ഒരിഞ്ഞ് വന്നാൽ നല്ല ഉണ്ടാവും എണ്ണയിൽ. ഈ ഓയിലും വെള്ളം നമുക്ക് ഇങ്ങോട്ട് മാറ്റാം. കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട്. ഈ സവാള സവാള അങ്ങനെ മുരിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കളറ് മതിയുണ്ട്. ഇതായി വന്നാൽ മതി. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ട് വെക്കാം. ഇതിൻ്റെ മണമൊന്ന് പോയി കിട്ടണം, അല്ലെങ്കിൽ പച്ച ചൊവ്വായിട്ട് നമുക്ക് കഴിക്കുമ്പോൾ ഭയങ്കര പച്ച ചൊവ്വായിരിക്കും. ഇതൊന്ന് പോട്ടെ. ഇതിൻ്റെ എടുത്ത് വെച്ച മസാല നമുക്ക് കൊടുക്കാം. ഉപ്പ് എപ്പോഴും ആവശ്യം പോലെ ഇട്ടെടുക്കാം, അത് കൂടിപ്പോയത്. നമ്മളെ ചോപ്സ് നന്നായി ഇളക്കിട്ട് ഈ മസാല ഒക്കെ അതിനൊക്കെ ഇട്ടിട്ട് ഇറച്ചി ചേർത്തിട്ട് നന്നായി
ഇളക്കി ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അതൊക്കെ ചൂടുള്ളതല്ലേ, അപ്പോൾ കൊണ്ടുപോയിട്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഞാനിത് കുക്കറിലേക്ക് മാറ്റുന്നുണ്ട് വേവാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഇത് വെന്ത് കിട്ടില്ല, കുറേ സമയം കത്തേണ്ടി വരും. അപ്പോൾ നമുക്കിത് കുക്കറിലേക്ക് മാറ്റിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലാകുമ്പോൾ വെന്ത് കിട്ടൂല. അപ്പം ഇതിലേക്ക് മാറ്റി കൊടുത്തിട്ട് കുക്കറിലാകുമ്പോൾ വേഗം വെന്തോളും. അപ്പോൾ കുറേ സമയം കത്തിച്ച് കളിക്കാം. നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കുകയും ചെയ്യരുത്. ചൂടുള്ള വെള്ളം. നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് തക്കാളി കൊടുക്കുന്നുണ്ട്. കുറച്ച് തക്കാളി, ഇപ്പോൾ 2 തക്കാളിന് ചെറിയ പീസാക്കിയതാണ്. ഇനി ഈ കുക്കർ അങ്ങ് ക്ലോസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുക്കറിൽ കിടന്ന് വേവട്ടെ. ക്ലോസ് ചെയ്യാം. ഇതുപോലെ കിടന്ന് വേവട്ടെ. ഈ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കുക്കറിൽ നിന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം ചേർത്ത് ഒന്ന് കത്തിച്ചെടുത്താൽ മതി. കുറച്ച് നേരം കത്തിച്ചെടുക്കുക. കുറച്ച് സമയം ഒന്ന് കത്തിച്ചു കൊടുക്കാം. ഒന്ന് മൂടി വെച്ചിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനത്തെ പീസ് തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഞാൻ അതൊരു പാത്രത്തിലേക്ക് സേവപ്പൊടി കൊടുന്നിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നല്ലൊരു ടേസ്റ്റിൽ കിട്ടും കേട്ടോ അത്. അങ്ങനത്തെ പീസ് തന്നെ നമുക്ക് കിട്ടുമല്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനത്തെ പീസ് വാങ്ങിയാൽ മതി. ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കും. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒക്കെ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.